ഒരിക്കലും മറക്കാനാവാത്ത ഒരു അപൂർവ സംഗമത്തിൻ്റെ കഥയാണിത്. മലപ്പുറം ജില്ലയിലെ ഏക തേയിലത്തോട്ടമായിരുന്ന അർത്തല ടീ എസ്റ്റേറ്റിൽ നിന്ന് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1985-ൽ തോട്ടം അടച്ചുപൂട്ടി വിൽപ്പന നടത്തിയ ഉടമകൾ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ ന്യായമായും കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എന്ന പേരിൽ ചെറിയൊരു തുക മാത്രം നൽകി എസ്റ്റേറ്റിൽ നിന്ന് ഇറക്കിവിട്ട തൊഴിലാളി കുടുംബങ്ങൾ ചക്രവാള സീമയിലേക്ക് ചേക്കേറാൻ പറന്നകലുന്ന ആകാശപ്പറവകളെ പോലെ അങ്ങ് അകലങ്ങളിൽ കൂടൊരുക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി താമസിക്കുന്നവരുടെ കൂട്ടായ്മ ഒരുക്കിയ അവിശ്വസനീയമായ സ്നേഹ സംഗമത്തിൻ്റെ കഥയാണിത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും അതിനുശേഷം 1985 വരെയും ആർത്തൽ ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്നവരും അവരുടെ മക്കളും പേരമക്കളുമെല്ലാം ചേർന്നൊരു ഒത്തുകൂടൽ. കടലിനക്കരെ നിന്നും സംഗമത്തിലേക്ക് നേരിട്ടെത്തിയവരും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ തലേന്ന് തന്നെ എത്തിച്ചേർന്ന് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകളിലും ലോഡ്ജിലുമൊക്കെ തങ്ങി സംഗമത്തിലേക്ക് കുടുംബസമേതം എത്തിയവരുമെല്ലാം അവരെയെല്ലാം കണ്ട് വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാർ പോലും ഒരുപക്ഷെ അതിശയിച്ചു പോയിട്ടുണ്ടാകും. തേയിലത്തോട്ടത്തിൽ കൊളുന്തു നുള്ളിയിരുന്നവരും ഫാക്ടറി തൊഴിലാളികളും മറ്റ് സാധാ ജോലി ചെയ്തിരുന്നവരും മേസ്ത്രിമാരായിരുന്നവരും ഉൾപ്പെടെ അക്കാലത്ത് തോട്ടത്തിൽ നിന്ന് പിരിഞ്ഞവരുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ വ്യത്യസ്ത മേഖലകളിൽ ഇന്ന് ജീവിതം കരിപ്പിടിപ്പിക്കുന്നവരാണ്. അവരിൽ പ്രവാസികളും ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും ഒപ്പം ഇപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാമുള്ള തികച്ചും സാധാരണക്കാരുമെല്ലാം ഉണ്ട്. റേഷൻ അരിക്കും കാസറ്റ് വിളക്കിനും പോസ്റ്റ് ഓഫീസിനും റേഡിയോയ്ക്കും അപ്പുറത്ത് വികസനത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ നേരിട്ടിരുന്ന ദുരിതങ്ങളും പട്ടിണിയും ദാരിദ്ര്യവുമെല്ലാം അനുഭവിച്ചും സഹിച്ചും ഒന്നിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ ഇല്ലായ്മയും വല്ലായ്മയും വറുതിയുമെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട് അർത്തലത്തോട്ടത്തിലെ പാടികളിൽ സ്നേഹം മാത്രം പങ്കുവെച്ച് ജീവിച്ചിരുന്ന ആ ഓർമ്മകളുടെ തിരിശേഷിപ്പുകളുമായാണ് അവരിവിടെ ഒത്തുകൂടിയത്. അവർക്ക് ഒത്തിരിയേറെ ചോദിക്കാനുണ്ടായിരുന്നു, അതിലേറെ അവർക്ക് പറയാനുമുണ്ടായിരുന്നു. 4 ദശാബ്ദങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞതാണവർ. എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രം